ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെയും പറയുന്ന പോലെ തന്നെ നമ്മുടെ പ്ലേലിസ്റ്റിൽ കറക്റ്റായിട്ട് എല്ലാവരും എല്ലാ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു എപ്പിസോഡ് കണ്ടു തുടങ്ങുക. അപ്പോൾ നമുക്ക് പറയാനായിട്ടുള്ള രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു എപ്പിസോഡിൻ്റെ ഈ ഒരു സീരീസ് ഡെക്സിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു ട്യൂട്ടോറിയലിൻ്റെ ക്ലാസ് ഓൾമോസ്റ്റ് ഒരു 50 അല്ലെങ്കിൽ ഒരു 60% കംപ്ലീറ്റ് ആവുകയാണ് ഇന്നത്തെ എപ്പിസോഡ് കൂടിയിട്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഹെൽത്തി ചാർട്ട് മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും, അതായത് റഗ് പുള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അതായത് സ്കാം ആയിട്ടുള്ള അത്തരം മീം കോയിനുകളുടെ ആ ഒരു ടോക്കണിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നത്. നമുക്കൊരു ഹെൽത്തി ചാർട്ട് മൂവ്മെൻറ്റ് കാണാം, അതായത് ഒരു ഹയർ ക്രിയേറ്റ് ചെയ്ത് ലോവർ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും ഹയറിനെ ബ്രേക്ക് ചെയ്തു, അങ്ങനെ ഒരു ഹെൽത്തി മൂവ്മെൻറ്റ് നമുക്ക് ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ഒരു ടോക്കൺ ഇപ്പോൾ 1 അവറിൻ്റെ ഒരു ടൈം ഫ്രെയിം ഇട്ടിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് റഗ് പുള്ള് ചെയ്യുന്ന ആ ഒരു ടോക്കൺ ഞാൻ പറയാറുണ്ടായിരുന്നു, മാക്സിമം ടൈം ഒരു 5 ഹവേഴ്സിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു 24 ഹവേഴ്സിൻ്റെ ഉള്ളിലെങ്കിലും എങ്ങനെ പോയാലും അത് റഗ്ഗിങ്ങും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കോയിൻ അവോയ്ഡ് ചെയ്യാനുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടോക്കൺ ക്രിയേറ്റ് ആയിട്ട് ഒരു 2 ദിവസം 3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുള്ള ടോക്കണുകൾ മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ബൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലോങ് ടൈമിലോട്ട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ശ്രമിക്കുക. അല്ലാതെ നമ്മൾ എപ്പോഴും നമുക്ക് ടോക്കൺ ക്രിയേറ്റ് ആവുന്ന ആ ഒരു ടൈമുകളിലൊക്കെ മേടിക്കുമ്പോൾ റിസ്ക്കുകൾ നമുക്ക് ഈ റഗ്ഗിൽ നിന്ന് രക്ഷപ്പെടാനുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞത് നമുക്ക് ആ ഒരു ഡെവലപ്പർ എത്ര ശതമാനം ഹോൾഡ് ചെയ്യുന്നതെന്ന് അറിയില്ല, അത് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ഡെവലപ്പർ അതിൻ്റെ 60, 70, 80, 90% ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിസ്ക് ആണെന്ന് പറഞ്ഞു. പക്ഷേ അത് അത്രയും റിസ്ക് നമുക്ക് എടുത്ത് പറയാനും പറ്റില്ല. കാരണം നമ്മുടെ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് പോലത്തെ സൈറ്റുകളിൽ ടോപ്പ് റാങ്കിൽ, ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിൽ ടോപ്പ് റാങ്കിങ്ങിൽ എടുക്കുന്ന 3-ാം സ്ഥാനത്ത് എടുക്കുന്ന XRP, അതുപോലെ 5-ാം സ്ഥാനത്ത് എടുക്കുന്ന സൊളാന, ഇത്തരം കോയിനുകൾക്കൊക്കെ ഇതുപോലത്തെ ഓരോരോ പ്രശ്നങ്ങളുണ്ട്. ഒരു കോയിന് ടോട്ടൽ സപ്ലൈയുടെ 55%, XRPക്ക് 55%ഓളം 55% ഹോൾഡിങ് കമ്പനിയുടെ കയ്യിലുണ്ട്. അതുപോലെ സൊളാനയ്ക്ക് വീണ്ടും ഒരു കോയിൻ പ്രിന്റ് ചെയ്യാനുള്ള പെർമിഷൻസ് ഇപ്പോഴും എനേബിൾ ആയിട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കണ്ടു. അതായത് മാക്സിമം സപ്ലൈ എന്നുള്ളൊരു ടൈം അവിടെ കാണിക്കുന്നില്ല, ടോട്ടൽ സപ്ലൈ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കൊരു ടോക്കൺ പ്രിന്റ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് നമുക്കത് റിസ്ക് ആണെന്നോ, അതുപോലെ ടോക്കണിൻ്റെ വലിയൊരു സപ്ലൈ ഡെവലപ്പർ ഹോൾഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്കത് സ്കാമായി പോകാനോ റഗ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ, അതായത് റഗ് ചെയ്യാൻ നിൽക്കുന്ന ആളുകളുടെ നിന്ന് രക്ഷപ്പെടാനല്ല ശ്രമിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ടോക്കൺ ക്രിയേറ്റ് ആയിട്ട് ഒരു 1-2 ദിവസം കഴിഞ്ഞിട്ട് മാത്രം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ചാർട്ടുകൾ നിങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ ഹെൽത്തി മൂവ്മെൻറ്റ് ചാർട്ടുകൾ മാത്രം നോക്കി കാണുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കവർ ചെയ്യുന്നത് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള കാര്യങ്ങളോട്ട് കിടക്കുകയാണ്. അതായത് ഡെവലപ്പർ ഈ ടോക്കൺ ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും അത് മിൻറ്റ് ചെയ്തതിനെ പറ്റിയിട്ടും ഡെവലപ്പർ എത്ര ഹോൾഡ് ചെയ്യുന്നുണ്ട് ആ ഒരു ഡീറ്റെയിലും, പിന്നെ ഡെവലപ്പറിൻ്റെ വാലറ്റ് അഡ്രസ്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണിക്കുന്ന ഒരു എപ്പിസോഡായിരിക്കും ഇന്ന്. അതിലോട്ട് കടക്കുന്നതിന് മുന്നേ എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു, മീം കോയിൻ ഹൈപ്പ് കഴിഞ്ഞു, നമ്മുടെ സീസ്, നമ്മുടെ ബൈനാൻസിൻ്റെ ഓണർ അതിനെ പറ്റിയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ട്രെൻഡിങ് കഴിഞ്ഞു, പിന്നെ നമ്മുടെ ക്യാഷ് പോകാനുള്ള ചാൻസ് ഒത്തിരി ഉണ്ട്, അപ്പോൾ ഒരു ഡെക്സിൻ്റെ ഒരു പ്രശ്നം അതാണെന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടിരുന്നു. കുഴപ്പമൊന്നുമില്ല കമൻറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മീം കോയിൻ ആയിക്കോട്ടെ ഡെക്സ് ആയിക്കോട്ടെ, നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ, ഡെക്സിനെ പറ്റിയിട്ടുള്ള ഈ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ അപകടം പിടിച്ചതാണ് ഈ ഒരു മീം കോയിനുകൾ. ഞാൻ പറയുകയാണ്, ഈ ഒരു മീം കോയിനുകളായിട്ട് വരുന്ന ഈ ഇത്തരം ടോക്കണുകൾക്ക് യാതൊരു രീതിയിലുള്ള യൂസ് കേസോ യൂട്ടിലിറ്റി ഒന്നുമില്ല. ഒക്കെ ഒരു പ്രാന്തിൻ്റെ പുറത്ത് ക്രിയേറ്റ് ആയിട്ട് വരുന്ന ഒരു ടോക്കണുകളാണ്. പക്ഷേ ഇതിൽ നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാനും ക്യാഷ് കളയാനും ഒക്കെ പറ്റും. ഞാൻ നമ്മുടെ ഫസ്റ്റത്തെ എപ്പിസോഡ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഫ്യൂച്ചർ ട്രേഡിനേക്കാളും അപകടകാരിയാണ് ഇത്തരം ഈ ഒരു മേഖലയിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ. പക്ഷേ നമുക്ക് ഇൻ്റലിജൻ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കുറേയൊക്കെ നിന്ന് രക്ഷപ്പെട്ടിട്ട് നമ്മുടെ ലോസിൻ്റെ ആ ഒരു തോത് കുറയ്ക്കാനും പ്രോഫിറ്റിൻ്റെ കിട്ടാനുള്ള ചാൻസ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള കുറേ പോസിബിലിറ്റികളുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. പിന്നെ ആ ഒരു കമൻറ്റിൽ ഞാൻ കണ്ടത്, ഡെക്സിലെ ഈ ഒരു മീം കോയിനുകളല്ലാതെ നല്ല രീതിയിലുള്ള കോയിനുകളെ പറ്റിയിട്ട് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കിപ്പോൾ ഏതൊരു ട്രെൻഡ് ആയിക്കോട്ടെ, ഇപ്പോൾ മീം കോയിൻ്റെ ട്രെൻഡ് ആയിരിക്കും, ഇനിയിപ്പോൾ നാളെ വരുന്നത് വേറൊരു ട്രെൻഡ് ആയിരിക്കും, നമുക്ക് ഏത് ട്രെൻഡാണ് വരുന്നത് ആ ഒരു ട്രെൻഡിൻ്റെ ഒപ്പം സഞ്ചരിച്ചാലാണ് ക്രിപ്റ്റോയിൽ നിന്ന് നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ അടുത്തൊരു ട്രെൻഡ് ഒരു ഗെയിം ഫൈ ആയിട്ടുള്ള ഒരു കാറ്റഗറി ആയിരിക്കാം, പിന്നെ AI ആയിട്ടുള്ള ഒരു കാറ്റഗറി ആയിരിക്കാം, അങ്ങനെ പലതും ആയിക്കോട്ടെ. നമുക്ക് ഏത് ട്രെൻഡിൽ മാറി വരുമ്പോഴും നമുക്ക് ഈ ഡെക്സിലായിരിക്കും വരിക, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഡെക്സ് ആണ് പഠിക്കുന്നത് ആക്ച്വലി, അല്ലാണ്ട് മീം കോയിനുകളല്ല പഠിക്കുന്നത്, ഡെക്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഏത് പുതിയ ട്രെൻഡായിട്ടുള്ള കാറ്റഗറികൾ പുതിയത് വന്നാലും ഈ ഒരു ഡെക്സിലായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു കാലത്തിൽ ഇപ്പോൾ മീം കോയിനുകളാണ് ഹൈലൈറ്റ് ചെയ്ത് ട്രെൻഡായിട്ട് നമ്മുടെ ഡെക്സിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് നമ്മൾ മീം കോയിനുകളാണ് ഇതിൽ കൂടുതലും കാണുന്നത്. അപ്പോൾ നമ്മളിത് പഠിച്ചതുകൊണ്ട് നമുക്ക് നാളത്തെ ഒരു ട്രെൻഡ് വരുമ്പോൾ നമുക്ക് അത് വീണ്ടും പോയി പഠിക്കേണ്ടതായിട്ടില്ല. കാരണം എല്ലാ കാറ്റഗറി വന്നാലും ഒക്കെ ഡെക്സിലത്തെ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ഇതേപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മീം കോയിൻ റിസ്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഡെക്സ് പഠിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഡെക്സ് പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ടോക്കൺ, തരത്തിലുള്ള ഒരു കാറ്റഗറി ആയിട്ടുള്ള ഒരു ടോക്കൺ വന്നോട്ടെ, നമ്മൾ ഡെക്സിലൂടെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഡെക്സ് കംപ്ലീറ്റ്ലി ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അത് ഞാൻ പറയാണ്. പിന്നെ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കമൻറ്റ് കണ്ടത്, ഞാൻ
ഓക്കെ ബ്രോ, റഗ് പുള്ള് ചെയ്യുമ്പോൾ 90% ഹോൾഡിങ് ആ ഒരു ഡെവലപ്പറിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അത് സെല്ല് ചെയ്യുമ്പോൾ അവിടെ മേടിക്കാൻ 90% മേടിക്കാൻ ആളുണ്ടാവണ്ടേ എന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത്. അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു ഡെക്സിൽ നമ്മുടെ ബൈനാൻസ് പോലത്തെ അല്ലെങ്കിൽ കുക്കോൻ അതുപോലത്തെ എക്സ്ചേഞ്ചുകളിൽ നടക്കുന്ന പോലെയല്ല. എക്സ്ചേഞ്ചുകളിൽ നമുക്കൊരു സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരാൾ അപ്പുറത്ത് സെല്ല് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടാവണം. അതുപോലെ നമ്മൾ വിൽക്കണം എന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ഒരാൾ ബൈ ചെയ്യാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ പക്ഷേ ഈ ഒരു ഡെക്സിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഇത് ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് പറഞ്ഞു. നമ്മൾ റേഡിയം പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ റേഡിയം ആ പ്ലാറ്റ്ഫോം വഴിയാണ് നമ്മൾ ബൈയിങ്ങും സെല്ലിങ്ങും ഒക്കെ നടക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഒരു ഇടനിലക്കാരനായിട്ട് നിൽക്കുന്നത് ആക്ച്വലി ഒരു റേഡിയത്തിൻ്റെ ആ ഒരു ലിക്വിഡിറ്റി പ്രൊവൈഡറാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാനൊരു ടോക്കൺ ക്രിയേറ്റ് ചെയ്തു. 100 അതിൻ്റെ ക്വാണ്ടിറ്റി. ഞാൻ 95 കോയിൻ എൻ്റെ കയ്യിൽ വെച്ചിട്ട് 5 കോയിൻ ഞാൻ റേഡിയത്തിന് കൊടുത്തു, ലിക്വിഡിറ്റിക്ക് കൊടുത്തു. അപ്പോൾ ആ ലിക്വിഡിറ്റിക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ആ റേഡിയം പ്രൊവൈഡർ എന്നോട് ചോദിക്കും ഇതിന് എത്രയാണ് പ്രൈസ് നിശ്ചയിക്കേണ്ടതെന്ന്. ആ ഒരു പ്രൈസ് നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവർക്ക് സൊളാന കൊടുക്കണം. അതായത് റേഡിയത്തിന് ഞാൻ സൊളാന കൊടുക്കണം. ഡിഫോൾട്ടായിട്ട് ഇപ്പോൾ കാണുന്നതൊക്കെ മിനിമം 10 സൊളാനെങ്കിലും വേണമെന്നൊക്കെയാണ് പറയുന്നത്. ഇത് pump.fund കാര്യമല്ല പറയുന്നത്, ഡയറക്റ്റ് ഡെക്സിൽ ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്യുമ്പോഴുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു 10 സൊളാന കൊടുക്കുമ്പോൾ 10 സൊളാനയ്ക്ക് ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് എത്രയാണെന്ന് നോക്കിയിട്ട് ആ ഒരു കാൽക്കുലേഷൻ അതിൻ്റെ ടോട്ടൽ വാല്യൂ എടുത്തിട്ട് ഈ ഒരു 5 കോയിനും അത് ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെയാണ് അതിൻ്റെ പ്രൈസ് നിശ്ചയിക്കുന്നത്. ഞാൻ അതിൻ്റെ മാത്തമാറ്റിക്സിലോട്ട് കൂടുതൽ കിടക്കുന്നില്ല, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഡിഫിക്കൽട്ടായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ 5 കോയിൻ ഞാൻ അവിടെ കൊടുത്തു. അപ്പോൾ ഒരാൾ അവിടെ നിന്ന് വീണ്ടും മേടിക്കണം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ ഒരു സപ്ലൈയിൽ 5 ടോക്കണാണ് അവിടെ കിടക്കുന്നത്, 5% അവിടെ കിടക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സപ്ലൈ അവിടെ നിന്ന് കുറഞ്ഞു, അതായത് റേഡിയം പ്രൊവൈഡറിൻ്റെ നിന്ന് സപ്ലൈ കുറഞ്ഞു. സപ്ലൈ കുറയുമ്പോൾ നമ്മൾ മേടിക്കുന്ന ഒരാൾ ആ ഒരു പ്രൊവൈഡർക്ക് സൊളാനാണ് കൊടുക്കുന്നത്, അല്ലേ? സൊളാന കൊടുത്തിട്ടാണ് ഇത് വാങ്ങുന്നത്. അപ്പോൾ ബാക്കിയുള്ള ആ ഒരു 4 ടോക്കണ് പ്രൈസ് വീണ്ടും കൂടി, കാരണം വീണ്ടും പുറമേ നിന്ന് ഒരാൾ അവിടേക്ക് സൊളാന കൊടുത്തു. അപ്പോൾ സൊളാന അവിടെ വീണ്ടും ഇൻക്രീസ് ആകുമ്പോൾ അതിൻ്റെ പ്രൈസ് കയറി. അങ്ങനെ ആളുകൾ അവിടെ ബൈ ചെയ്തുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ സൊളാനോൻ്റെ ആ പ്രൈസ് അങ്ങോട്ട്, സൊളാനോൻ്റെ ആ ഒരു വാല്യൂ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ റേഡിയം പ്രൊവൈഡറിൻ്റെ ഉള്ളിലത്തെ ആ ഒരു സപ്ലൈയുടെ ക്വാണ്ടിറ്റി കുറയുന്നുണ്ട്. ആളുകൾ മേടിക്കുമ്പോൾ അത് പുറത്തോട്ട് പോകുന്നുണ്ട്, പക്ഷേ സൊളാനൻ്റെ ഉള്ളിലേക്ക് ഒരു വാല്യൂ ആയിട്ട് കയറുന്നുണ്ട്. അപ്പോൾ സൊളാന അവിടെ ആഡ് ആവും തോറും അവിടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവിടെ സപ്ലൈ ആ ഒരു റേഡിയം പ്രൊവൈഡറിൻ്റെ ഉള്ളിലത്തെ ആ 5% അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സപ്ലൈ കുറയും തോറും അവിടെ ഡിമാൻഡ് കൂടുന്നു. അപ്പോൾ എന്താ ഉണ്ടാവുന്നത്, അവിടേക്ക് സൊളാന അതിൻ്റെ വാല്യൂയിലേക്ക് ആഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് ബാക്കിയുള്ള ക്വാണ്ടിറ്റിയിലേക്ക്. അപ്പോൾ അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആയി വരുന്നു. ഇങ്ങനെ ഇൻക്രീസ് ആയി വരുന്ന സമയത്ത് എൻ്റെ കയ്യിലുള്ള 95% സപ്ലൈ ഞാൻ അവിടെ വിൽക്കാൻ പോകണം. അപ്പോൾ ഞാൻ റേഡിയത്തിൻ്റെ ആ പ്രൊവൈഡറിനോട് പോയി പറയാണ്, ഞാൻ ഒരു കഥ പോലെയാണ് നിങ്ങളോട് പറയുന്നത്. ഞാൻ പറയാണ് 95%, അതായത് 95 കോയിൻ എൻ്റെ കയ്യിലുണ്ട്, 95% ഞാൻ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ എത്രയാണ് വില തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടേക്ക് സപ്ലൈ വീണ്ടും ഇൻക്രീസ് ചെയ്യാൻ പോകണം. മനസ്സിലായില്ല? അതായത് ഒരു ലിക്വിഡിറ്റി പ്രൊവൈഡറിലേക്ക് വീണ്ടും സപ്ലൈ അവിടെ ഇൻക്രീസ് ചെയ്യാൻ പോകണം, നേരെ മറിച്ച് അവിടുത്തെ സൊളാന നമുക്ക് തന്നിട്ട്. അപ്പോൾ എന്താ സംഭവിക്കുക, വളരെ ആ ഒരു സപ്ലൈ അവിടെ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻസ് വീണ്ടും മാറുകയാണ്. അതായത് നമുക്ക് സൊളാന നമുക്ക് തിരിച്ചവിടെ നിന്ന് മേടിക്കുമ്പോൾ ബാക്കിയുള്ള ആ ഒരു സൊളാനോ, വളരെ ഡസ്റ്റ് പോലത്തെ ആ ഒരു വാല്യൂ ഉള്ള സൊളാനോ മൊത്തം ഈ ഒരു ടോട്ടൽ സപ്ലൈനെ ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്യും. അതായത് പിന്നത്തെ ഒരാൾക്ക് അവിടെ നിന്ന് വാങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെ സപ്ലൈ ഒത്തിരി അധികം ഇൻക്രീസ് ആയി. അതിനനുസരിച്ച് ഓരോ ക്വാണ്ടിറ്റിക്കും, അതായത് ഓരോ പെർസെൻറ്റേജ് ഓഫ് സപ്ലൈക്കും അതിൻ്റെ വില അത്ര അധികം ഡിവൈഡ് ചെയ്ത് മൈനസ് ചെയ്യല്ല, അത്ര അധികം കുറയ്ക്കും. കാരണം അവിടെ സപ്ലൈ കൂടുമ്പോൾ എന്താ, ഡിമാൻഡ് കുറഞ്ഞു ഇല്ലേ? അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ അതുവരെ ആളുകൾ ബൈ ചെയ്തിരുന്ന ആ മൊത്തം സൊളാനോ ഇങ്ങോട്ട് നമ്മൾ തിരിച്ച് മേടിക്കണം. അതായത് ആ ഒരു ഡെവലപ്പർ തിരിച്ചെടുക്കണം. അങ്ങനെയാണ് ഇവിടെ ആക്ച്വലി നടക്കുന്നത്. അല്ലാതെ ഒരു സെല്ലറോ ബയ്യറോ അപ്പുറത്തില്ല, ഒരു എക്സ്ചേഞ്ച് പോലെ. അപ്പോൾ ഇവിടെ ഒരു പ്രൊവൈഡറാണ്. ഈ സൊളാന എക്കോസിസ്റ്റത്തിൽ തന്നെ പല പ്രൊവൈഡേഴ്സ് ഉണ്ട് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു സംഭവത്തിനെ വിളിക്കുന്നതാണ് ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം, അതായത് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരുവിധം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്നാൽ കുറേ മനസ്സിലാവാത്തവർ പേടിക്കേണ്ട, നമുക്ക് വരും എപ്പിസോഡുകളിലൊക്കെ ഒരുവിധം കാര്യങ്ങൾ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആ തിയറികൾ നമ്മൾ ഇതോടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ ഒരു എപ്പിസോഡിൻ്റെ മെയിൻ കാര്യങ്ങളിലോട്ട് കിടക്കും. അപ്പോൾ നമ്മൾ പതിവ് പോലെ ഡെക്സ് സ്ക്രീനറിൻ്റെ ഹോം പേജിലോട്ട് വന്നു. നമ്മൾ സൊളാന എക്കോസിസ്റ്റം ചൂസ് ചെയ്യുന്നു. നമുക്ക് ലിക്വിഡിറ്റി ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്ന റേഡിയം നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് റേഡിയത്തിലുള്ള ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ടോക്കൺസുകളും ഇവിടെ വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പ്രൊഫൈൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടോക്കൺസ് ആണ് സേഫ് എന്ന് പറഞ്ഞു. അതുപോലെ ടോക്കൺസ് ക്രിയേറ്റ് ചെയ്തിട്ട് 1-2 ദിവസം കഴിഞ്ഞിട്ടുള്ള ടോക്കൺസ് ആണ് കൂടുതൽ സേഫ് എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യാറുള്ള കുറച്ച് ഫിൽറ്ററുകളുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അതോടൊപ്പം തന്നെ നമ്മൾ ഫാൻറ്റം വാലറ്റ് വെച്ചിട്ടാണ്, അതായത് സൊളാന വെച്ചിട്ടാണ് നമ്മളിവിടെ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ സൊളാന വാലറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവർക്കായിട്ട് നമ്മുടെ യൂട്യൂബിൽ ഓൾറെഡി ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് കണ്ടവർക്കൊക്കെ അത് കണ്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഫിൽറ്ററിൽ ഞാൻ ഫസ്റ്റ് തന്നെ അപ്ലൈ ചെയ്യാൻ പോകണം. ഞാൻ കുറച്ച് കണ്ടീഷൻസ് ഡിഫോൾട്ട് യൂസ് ചെയ്യാറുള്ള കുറച്ച് കണ്ടീഷൻസ് ഞാനിവിടെ അപ്ലൈ ചെയ്യാൻ പോകണം. നമ്മൾ
നമ്മളിവിടെ ഏത് ഫിൽറ്ററുകളിൽ ഏത് കണ്ടീഷൻസ് നമ്മൾ കൊടുത്തതിന് ശേഷം അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ URL ചേഞ്ച് ആവും. ഈ URL നിങ്ങൾ ബുക്ക് മാർക്ക് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഒറ്റയടിക്ക് ആ ഒരു ബുക്ക് മാർക്ക് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡിഫോൾട്ടായിട്ട് നമ്മൾ അന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ എല്ലാ കണ്ടീഷൻസും ഇവിടെ വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടീഷൻസുകളൊക്കെ സെറ്റ് ചെയ്തു, അതിനുശേഷം അപ്ലൈ കൊടുത്തതിന് ശേഷം നിങ്ങൾ നാളെ വരാണ് അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് ചെയ്തു പിന്നത്തെ ഒരു ടൈം വരുമ്പോൾ ഈ ഒരു കണ്ടീഷൻസ് നിങ്ങൾക്ക് വീണ്ടും കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തതിന് ശേഷം ആ URL ഒന്ന് ജസ്റ്റ് ആ ഒരു അഡ്രസ്സ് ഒന്ന് ബുക്ക് മാർക്ക് ചെയ്തിട്ട്, കാരണം നമ്മളിവിടെ എന്ത് ചേഞ്ചസ് ചെയ്യുമ്പോഴും ഈ ഒരു അഡ്രസ്സിൽ അതൊക്കെ ചേഞ്ച് ആവുന്നുണ്ട്, URL അതൊക്കെ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു കണ്ടീഷൻസ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഫിൽറ്റർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഞാൻ ഡിഫോൾട്ടായിട്ട് ഞാൻ 2 ഫിൽട്രേഷനുകളാണ് യൂസ് ചെയ്യാറ്. അതിലത്തെ ഒന്നാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു ഫിൽട്രേഷൻ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ലിക്വിഡിറ്റി ഞാൻ 1000 അവിടെ ഡിഫോൾട്ട് കിടക്കുന്ന ആ ഒരു 1000 തന്നെയാണ്. അത് നമുക്ക് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു 10,000 ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അവിടെ അത് അങ്ങനെ ഇട്ടു. മാർക്കറ്റ് ക്യാപ്പ്, എൻ്റെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ കണ്ടീഷൻ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു 1 മില്യൺ മുതൽ ഒരു 15 മില്യണുള്ളിലുള്ള ടോക്കൺസ് വേണമെങ്കിൽ നമുക്കൊരു 500K എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു 500,000 മുതൽ ഒരു 15 മില്യൺ, അതായത് നമുക്കൊരു 10 മില്യണുള്ളിലുള്ള ടോക്കൺസുകളൊക്കെ ബൈ ചെയ്താലാണ് നമുക്കൊരു 50 മില്യണോ എങ്കിലും സാധാരണ ഒരു ട്രെൻഡിങ്ങിലോട്ട് കയറുമ്പോൾ അത്രയെങ്കിലൊക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്കൊരു 500% പ്രോഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. നമുക്കൊരു 50 മില്യൺ 100 മില്യൺ ഒക്കെ വെച്ചിട്ട് ചെയ്യാം. പക്ഷേ നമ്മൾ ഇവിടെ മാർക്കറ്റ് ക്യാപ്പ് കൂടുന്തോറും ഞാൻ പറയാറുണ്ട് നമുക്ക് അതിൻ്റെ 100% റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു മാർക്കറ്റ് ക്യാപ്പ് ഡബിൾ ആവണം, അത്രയും ഫണ്ട് വീണ്ടും വരണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ മാർക്കറ്റ് ക്യാപ്പിൽ ഇങ്ങനെ ഒരു കോംപ്രമൈസ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 15 മില്യൺ വരെ മതി. അതായത് ഒരു 30 മില്യൺ വരുമ്പോൾ തന്നെ എനിക്ക് 100% റിട്ടേൺ ആയി. അപ്പോൾ ഞാനിവിടെ 15 കൊടുത്തു. ഞാൻ 10ഉം 6ഒക്കെയാണ് എൻ്റെ ഫേവറേറ്റ് മാർക്കറ്റ് ക്യാപ്പ്. ഓക്കെ, അപ്പോൾ ഞാനൊരു 500,000 കൊടുത്തു, 15 മാക്സിമം കൊടുത്തു. അതിനുശേഷം പെയർ ഏജ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കൊരു 2 ദിവസത്തിന് മീതെ കഴിഞ്ഞിട്ടുള്ള ടോക്കൺസുകളെന്നൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഫുള്ളിന്ന് രക്ഷപ്പെടാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ഹോൾഡിങ് ആ ഡെവലപ്പർ ഇപ്പോൾ ഒരു 90% ആയിക്കോട്ടെ 50% ആയിക്കോട്ടെ അത് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് റിസ്ക് ഉണ്ടെന്ന് നമുക്ക് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 2 ദിവസമായിട്ടും ഈ ഒരു ടോക്കൺ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഡെവലപ്പർ അങ്ങനെ റഗ് ചെയ്യാനുള്ള ചാൻസ് കുറേ കുറവായിരിക്കും. അതുകൊണ്ട് ഞാനിവിടെ അങ്ങനത്തെ ഒറ്റയടിക്ക് നമുക്ക് അത്തരം കാര്യങ്ങളൊന്നും ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏജ് അങ്ങനെ കൊടുത്തത്. പിന്നെ ഞാൻ 100 മാക്സിമം ഹവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് പുതിയ ടോക്കണിൽ ട്രേഡ് ചെയ്യും വേണം എന്ന് നമുക്ക് റഗ് പുള്ളിൽ നിന്ന് രക്ഷപ്പെടും വേണം ഉണ്ട്. അപ്പോൾ നമുക്ക് 52 ഞാൻ ഫസ്റ്റത്തെ കണ്ടീഷനിൽ ഞാൻ ഇവിടെ കൊടുത്തു. നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ടോക്കൺ മതി. പിന്നെ ടോക്കൺ നമുക്കൊരു 4 ദിവസം വരെ മാക്സിമം പഴക്കം ഉണ്ടായാൽ മതി. അതായത് പുതിയ ടോക്കൺസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു 100 ഇവിടെ കൊടുത്തത്. അതിനുശേഷം ട്രാൻസാക്ഷൻ നമുക്ക് 24 ഹവേഴ്സിൽ 5000 ട്രാൻസാക്ഷനുകൾ നടന്നിട്ടുണ്ടാവണം. അതായത് ഒരു 5000 ടോട്ടൽ കൗണ്ടാണ് പറയുന്നത്. ബൈങ്ങും സെല്ലിങ്ങും ഒക്കെ കൂടിയിട്ട് ഒരു 5000 ട്രാൻസാക്ഷൻസ് എങ്കിലും ഒരു ദിവസം 24 ഹവേഴ്സിൽ നടന്നിട്ടുണ്ടാവണം എന്നുള്ളൊരു കണ്ടീഷൻ കൊടുത്തു. പിന്നെ ഞാൻ 24 ഹവേഴ്സിൽ വോളിയം 500,000 തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് മിനിമം എത്രയാണോ അത്രയും തന്നെ ഇതിൻ്റെ ട്രാൻസാക്ഷൻസ് വോളിയം ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അത് ബൈങ് ആയിക്കോട്ടെ സെല്ലിങ് ആയിക്കോട്ടെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്. പിന്നെ നമുക്ക് 24 ഹവേഴ്സ് ചേഞ്ചസ്, അതായത് ഇന്നത്തെ ദിവസം അത് മിനിമം 25% മീതേന് കയറി നിൽക്കണം. മാക്സിമം ഞാൻ 10,000 ഇട്ടുന്നുള്ളൂ. അപ്പോൾ മിനിമം ഇന്നത്തെ ദിവസം അതൊരു ഗ്രീൻ ക്യാൻഡിൽ ആയിരിക്കണം. ഡെയിലി ക്യാൻഡിൽ ഒരു 25% മുകളിലും അത് ഇന്ന് ഫോമായിട്ട് നിൽക്കുന്ന ഒരു, അതായത് നമുക്ക് ഇന്നത്തെ ദിവസം അത് അപ് ട്രെൻഡിലാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയൊന്നും ഞാൻ ഇവിടെ കൊടുത്തിട്ടൊന്നുമില്ല. ഞാൻ അതിന് ശേഷം അപ്ലൈ ചെയ്തതിന് ശേഷം എൻ്റെ കണ്ടീഷൻസ് അങ്ങനെ വന്നു. അപ്പോൾ ഇവിടെ 2-3 ടോക്കൺസുകൾ മാത്രം ഉള്ളൂ. അതായത് ഒരു ദിവസം ഈ ഒരു ഡെക്സിൽ വരുന്ന ടോക്കൺസിൻ്റെ എണ്ണം നമുക്ക് പറയാൻ കഴിയില്ല. അതൊരു 10,000 ആയിക്കോട്ടെ 25,000 ആയിക്കോട്ടെ അത്ര അധികം ടോക്കൺസ് ഉണ്ട്. ഈ 25,000 ടോക്കൺസ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് റൗണ്ട് ഫിഗറിൽ വിളിക്കാം. അപ്പോൾ ഈ ഒരു ദിവസത്തിൽ ഈ 25,000 ടോക്കണിൽ ഒരു 100 ടോക്കൺ ആയിരിക്കും അല്ലെങ്കിൽ ഒരു 200 ടോക്കൺ ആയിരിക്കും ഒരു 500% കയറുന്നത്. മനസ്സിലായി? 25,000 ഒരു 200 ടോക്കൺ മാത്രമായിരിക്കും ഒരു 500% കയറുന്നത്. അതുപോലെ ഒരു 25 ടോക്കൺ ആയിരിക്കും ഒരു 1000% മീതെ കയറി പോകുന്നത്. ഒരു 5-6 കോയിൻ ആയിരിക്കും ഇത് ഒരു എക്സ്ചേഞ്ചുകളിലോട്ട് വരെ വരാൻ ചാൻസോ അല്ലെങ്കിൽ നമുക്കൊരു 10,000% ഒരു 100 മില്യണോ അല്ലെങ്കിൽ ഒരു 500 മില്യണോ മാർക്കറ്റ് ക്യാപ്പ് വരാൻ ചാൻസ് ഉള്ളൂ. ഇത്രയും അധികം ടോക്കൺസ് നിന്ന് അത്ര കുറവ് ടോക്കൺസ് ചാൻസ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ഒരു ടോക്കൺ ആവണമെന്നില്ല. അതെൻ്റെ ഫിൽട്ടർ കണ്ടീഷനിൽ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ കുറച്ച് ഞാൻ കാര്യങ്ങൾ വെച്ചെന്നുള്ളൂ. ചിലപ്പോൾ ഇപ്പോൾ ക്രിയേറ്റ് ആവുന്ന ഈ ഒരു സെക്കൻഡ് നമ്മൾ പറയുന്ന ഈ സെക്കൻഡിൽ ക്രിയേറ്റ് ആവുന്ന ടോക്കൺ പോലും അടുത്തൊരു മണിക്കൂർ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ 25 മില്യണും 50 മില്യൺ മാർക്കറ്റ് ക്യാപ്പിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ആ ഒരു ചാൻസ് കൊണ്ട് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ വരുന്ന നല്ല ടോക്കൺസ് മേടിക്കാൻ പറ്റില്ല. കാരണം റഗ് ചെയ്യുന്നതാണ് 99.99% ടോക്കൺസുകളും. അതുകൊണ്ട് നമുക്ക് അതങ്ങനെ വിചാരിച്ചിട്ട് നമുക്ക് എല്ലാ ടോക്കൺസും എടുക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഈ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഓൾമോസ്റ്റ് കുറേ കോയിൻസുകളൊക്കെ ഒരു 2 ദിവസത്തിന് ശേഷം നല്ല രീതിയിൽ കയറി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റഗ് പുള്ള് കുറേ അതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ വളരെ കുറച്ച് കോയിൻസ് ഉള്ളൂ. ആ ഒരു കോയിൻസിൽ നിന്ന് നമുക്ക് എല്ലാ കോയിൻസും മേടിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. കാരണം കുറേ കോയിൻസൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ടെന്ന്
നമുക്ക് ഒന്ന് മനസ്സിൽ വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു 3 ടോക്കൺസ് മാത്രമേ ഉള്ളൂ ഇവിടെ. അതായത് ഈ ഒരു ടോക്കണിൻ്റെ ഏജ് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാരണം 3 ദിവസം, അതായത് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ടോക്കണും മാക്സിമം 4 ദിവസത്തിൻ്റെ ആ ഒരു ടൈം പീരീഡിൽ മാത്രം പ്രായമുള്ള ടോക്കൺസാണ്. ഈ ഒരു 3 ടോക്കൺസും 3 ദിവസമായിട്ടുള്ളൂ ക്രിയേറ്റ് ആയിട്ട്. അപ്പോൾ ലില്ലി എന്ന് പറഞ്ഞൊരു ടോക്കൺ കാണുന്നുണ്ട്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 4 മില്യൺ മാർക്കറ്റ് ക്യാപ്പ്, 269K ലിക്വിഡിറ്റി ഉണ്ട്, പിന്നെ വോളിയം 1.1 മില്യണോളം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇന്നത്തെ ദിവസം 163% കയറി നിൽക്കുന്നുണ്ടെന്ന് ഞാൻ കണ്ടു. അപ്പോൾ ഞാനിതൊരു ന്യൂ ടാബിൽ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ന്യൂ ടാബിൽ ഞാനിത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമുക്ക് ഇതിൻ്റെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ ഇതിൻ്റെ റിസ്ക്കുകൾ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ കുറേ റഗ് പുള്ള് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ 99% അല്ലെങ്കിൽ 95% അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട്. എന്നാലും കുറേ റിസ്ക്കുകളൊക്കെ ഉണ്ട് സ്കാം നടത്താൻ. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു 95% ഒരു കാര്യങ്ങളും നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി 5% നമ്മൾ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ ഇനി പറഞ്ഞു വരുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് കാണാം. അപ്പോൾ നമ്മളൊരു ലില്ലി എന്ന് പറഞ്ഞൊരു ടോക്കൺ ഞാൻ ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഫസ്റ്റ് ഈ ഒരു ടോക്കൺ ക്രിയേറ്റ് ആയിട്ട് 3 ദിവസമായിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ട്വിറ്റർ പ്രൊഫൈൽ ഒരു ന്യൂ ടാബിൽ ഓപ്പൺ ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ നോക്കുകയാണ്. വെരിഫിക്കേഷൻ ബാഡ്ജ് ഉണ്ട്, പിന്നെ 5178 ഫോളോവേഴ്സോളം ഉണ്ട്. കുഴപ്പമില്ല, വെരിഫിക്കേഷനൊക്കെ ഉള്ളതാണ്. പിന്നെ ഇവിടെ നോക്കേണ്ട കാര്യം ജൂൺ 2024 ഈ ഒരു ട്വിറ്റർ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ ഒരു ടോക്കൺ വന്നിട്ട് ആകെ 3 ദിവസമായിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ ട്വിറ്റർ പ്രൊഫൈലിൽ ഇത് ഏകദേശം കുറേ ഒരു 6 മാസം മുന്നേ ജൂണിൽ 2024 ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു ടോക്കണാണ്. ചിലപ്പോൾ ഒരു ആളുടെ ആണോന്ന് അറിയില്ല. എനിവേ നമുക്ക് ഈ ലില്ലി എന്ന് പറഞ്ഞിട്ടുള്ള പേര് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു 6 മാസം മുന്നേ എന്തിനാണ് ഈ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതെന്ന് എനിക്കൊരു സംശയം വന്നു. അതായത് ഞാൻ പറയാം, ഈ ഒരു വ്യക്തി 6 മാസം മുന്നേ ഒരു ടോക്കൺ ഇതേ പേരിൽ ക്രിയേറ്റ് ചെയ്തു. വെരിഫിക്കേഷനും കാര്യങ്ങളും ഫോളോവേഴ്സൊക്കെ ഉണ്ട് അയാൾക്ക്. അതിനുശേഷം അയാൾ അവിടെ റഗ് ചെയ്തു പോയി, അല്ലെങ്കിൽ സ്കാം നടത്തിയെന്ന് വിചാരിക്കുക. അതിനുശേഷം വീണ്ടും അയാൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേ പേരിൽ ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്തിട്ട് അയാളുടെ കോൺടാക്ട് അഡ്രസ്സ് ഇയാളുടെ പ്രൊഫൈൽ അവിടെ മാറ്റി. അതായത് പുതിയൊരു ടോക്കൺ. അപ്പോൾ അയാൾ സെയിം പേരിൽ തന്നെ പല ടോക്കൺസുകളും ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല കഴിഞ്ഞ ഒരു മാസങ്ങളിൽ. അത് നമുക്ക് പഴയ പോസ്റ്റുകളൊന്നും നോക്കി കഴിഞ്ഞാൽ കാണില്ല. കാരണം പഴയ പോസ്റ്റുകളൊക്കെ അയാൾ ചിലപ്പോൾ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്തേക്കാം. പുതിയ പോസ്റ്റുകൾ മാത്രം ഇപ്പോൾ അയാൾ ഏത് ടോക്കണാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ടോക്കണിൻ്റെ ഡീറ്റെയിൽസ് മാത്രമായിരിക്കും പഴയ പോസ്റ്റൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചെറിയൊരു സംശയം ഇവിടെ തോന്നി. അതായത് ഈ ഒരു ടോക്കൺ 3 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു മാസം ഡിസംബർ മാസം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഫൈലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്വിറ്റർ പ്രൊഫൈലാണെന്നും ടോക്കണും പുതിയതാണെന്നും മനസ്സിലായി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഓക്കെ ഫൈൻ, കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി. പക്ഷേ ഇങ്ങനൊരു സംശയം വന്നതുകൊണ്ട് നമുക്കത് അവിടെ കാര്യം നമ്മുടെ മനസ്സിൽ വെക്കുക. എന്നിരുന്നുകൊണ്ട് ഇത് സ്കാം ആണെന്നോ കള്ളത്തരം ചെയ്യേണ്ടതെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. ഇനി നമുക്ക് അതാണ് ഞാൻ പറയുന്നത്, ഓരോ സ്റ്റെപ്പുകളും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതിനുശേഷം ഞാൻ ഇവിടുത്തെ കോൺടാക്ട് അഡ്രസ്സ് ഇവിടുന്ന് കോപ്പി ചെയ്തു. ഓക്കെ, ഈ കോൺടാക്ട് അഡ്രസ്സ് കോപ്പി ചെയ്തു. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കുറച്ച് റിസ്ക്കുകൾ ഇനി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഓഡിറ്റ് ആണോ മിൻറ്റബിൾ ആണോ ഫ്രീസബിൾ ആണോ എന്നുള്ള കണ്ടീഷൻ നമുക്ക് ഈ ടെക്സ്റ്റിൽ തന്നെ അറിയാൻ പറ്റും. അതായത് മിൻറ്റബിൾ മീൻസ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ടോക്കൺ ഇനിയും ഡെവലപ്പർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പ്രിൻറ്റ് ചെയ്ത് ഇറക്കാൻ പറ്റുമോ, അതോ ഇതൊരു ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ. ലോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മിൻറ്റബിൾ എന്നുള്ളൊരു ഫീച്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ ക്യാഷ് കൊടുത്തുകൊണ്ട് അത് ലോക്ക് ചെയ്യണം. അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് മിൻറ്റബിൾ ടോക്കൺ അല്ല എന്ന് മനസ്സിലായി. അതായത് സേഫ് ആണ്. ഇത് മിൻറ്റബിൾ മീൻസ് ഇത് പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ മിൻറ്റബിൾ അല്ല എന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ ഫ്രീസബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് ഇതൊരു ഡൊണേഷൻ ടൈപ്പ് ടോക്കൺ ആണോന്ന്. ഡൊണേഷൻ ടൈപ്പ് ടോക്കൺ എന്താ, നമ്മളൊരാൾക്ക് ഡൊണേറ്റ് ചെയ്തു, ദാനം ചെയ്തു, അയാളുടെ നമുക്ക് ആ കാശ് തിരിച്ചു ചോദിക്കാൻ പറ്റുമോ? ഇല്ല, തിരിച്ചു ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഡൊണേഷൻ ടൈപ്പ് ടോക്കൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. അതൊരു ഡൊണേഷൻ പോലെ നമുക്ക് അങ്ങോട്ട് കാശ് കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് ആ ടോക്കൺ ഒരിക്കലും സെല്ല് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ആളുകൾക്ക് അത് ബൈ ചെയ്തുകൊണ്ട് ഇരിക്കാനേ പറ്റുള്ളൂ. ബൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക, അതിങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും. നമുക്ക് ആരുടെ കയ്യിൽ നിന്നാണോ നമ്മൾ ബൈ ചെയ്യുന്നത്, ആ ഒരു ഡെവലപ്പർ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഡെവലപ്പറിൻ്റെ ടോക്കണാണ് ബൈ ചെയ്യുന്നത്. അപ്പോൾ ഡെവലപ്പർ അത് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡെവലപ്പർക്ക് എപ്പോൾ വേണം സെല്ല് ചെയ്യാൻ പറ്റും, അയാൾക്ക് മാത്രമേ സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്ന ടൈപ്പ് കോയിനുകളാണ് പറയുന്നത് ഫ്രീസബിൾ ടോക്കൺ. അതായത് നമുക്ക് ബൈ ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. ഹണി പോട്ട് ടോക്കൺ എന്നൊക്കെ പറയുന്നതിന്. അപ്പോൾ നമുക്ക് ആ ഒരു ചെക്ക് ചെയ്യാൻ, ആ ഒരു സെക്യൂരിറ്റി നിങ്ങളിവിടെ ഒന്ന് കൺഫേം ചെയ്യാം. മിൻറ്റബിൾ ആണോ, അപ്പോൾ മിൻറ്റബിൾ അല്ല, സേഫ് ആണ്, നോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ടോക്കൺ ആ ഡെവലപ്പർക്ക് കൂട്ടാൻ പറ്റില്ല, പിന്നെ ഫ്രീസ് ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്ക് ബൈ ചെയ്യാൻ മാത്രമല്ല സെല്ല് ചെയ്യാനും പറ്റും. ഇവിടെ സേഫാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പറയുന്ന ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ആ ഒരു ടോക്കൺ മേടിക്കുക. എന്നിട്ടും അത് സ്കാം നടത്തിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുക. കാരണം നമുക്കറിയാം ഈ ഒരു ഇൻഡസ്ട്രിയിൽ കുറേ സ്കാമുകൾ നടക്കുന്നത്. നമ്മൾ കുറേ കാര്യങ്ങൾ അറിവുള്ളതുകൊണ്ട് നമ്മൾ കുറേ കാര്യം നിന്ന് രക്ഷപ്പെട്ടു, എന്നിട്ടാണ് നമ്മളത് വാങ്ങിയത്. അപ്പോൾ അങ്ങനെ വാങ്ങുന്ന കുറേ ടോക്കൺസുകൾ സക്സസ് ആവാനുള്ള ചാൻസും ഒരുപാടുണ്ട്. പക്ഷേ നമുക്ക് സ്കാം നടക്കുമ്പോൾ പോലും നമുക്ക് മനസ്സിൽ വിചാരിക്കും നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് ഇതൊക്കെ മറികടന്നിട്ടാണ് സ്കാം നടന്നത്. അതുകൊണ്ട് നമ്മൾക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലൊരു സമാധാനമുണ്ട്. നമ്മൾ കുറേ കാര്യങ്ങളിൽ നിന്ന്
പഠിച്ച് നമ്മളെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ നമ്മൾ ചെയ്തിട്ടാണ് അവിടെ സ്കാം നടന്നത്. നമുക്കൊരു ആശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന ഓരോരോ കാര്യങ്ങൾ നമ്മളിപ്പോൾ ട്വിറ്റർ പ്രൊഫൈലിൻ്റെ ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ നോക്കി ടോക്കൺ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനേക്കാളും പഴയ ഒരു പ്രൊഫൈലാണെന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ നമ്മൾ ഇതിൻ്റെ മിൻറ്റബിൾ ഫ്രീസബിൾ ആണെന്ന് നോക്കാൻ പറ്റും. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെക്ക് ചെയ്യാം. ഈ ഒരു ടോക്കൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇയാൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ഇതേ പേരിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിങ്ങനെ സ്കാം നടത്തുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു വഴിയും കൂടി ഉണ്ട്. അതിനെയാണ് റഗ് ചെക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ഇത് മ്യൂട്ടബിൾ ഡാറ്റ എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറിയിൽ കാണിക്കും. മ്യൂട്ടബിൾ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇയാൾ ഇതേപോലെ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന സൈറ്റുകളാണ് ഞാൻ ഈ പറയുന്ന ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ വെബ്സൈറ്റുകളും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു വെബ്സൈറ്റിലോട്ട് വന്നു. റഗ് ചെക്ക്, അതായത് rugcheck.xyz. ഇത് സൊളാനോൻ്റെ ടോക്കണുകൾ മാത്രം ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ നേരത്തെ ചെയ്ത പോലെ ഞാനിതിൻ്റെ കോൺടാക്റ്റ് അഡ്രസ്സ് ഇവിടെ നിന്ന് കോപ്പി ചെയ്തു. അതിനുശേഷം ഈ rugcheck.xyz/token/ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ടോക്കണിൻ്റെ കോൺടാക്റ്റ് അഡ്രസ്സ് ഞാൻ ഇവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ടോക്കണിൻ്റെ കോൺടാക്റ്റ് അഡ്രസ്സ് കൊടുത്തു. ലാസ്റ്റ് ഡിജിറ്റ് പമ്പ് നമ്മൾ കണ്ടു, അതായത് ഇത് pump.fund വഴിയാണ് വന്നത്. അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല, ഇപ്പോൾ കൂടുതൽ അങ്ങനെയാണ് വരുന്നത്. അതിനുശേഷം ഞാൻ എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്യുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. കണ്ടില്ലേ, കോപ്പി കാറ്റ് ടോക്കൺ മ്യൂട്ടബിൾ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, മ്യൂട്ടബിൾ അല്ല. മ്യൂട്ടബിൾ വന്നാലും റിസ്ക് തന്നെയാണ്. കോപ്പി കാറ്റ് ടോക്കൺ ഇതാണ്. നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്യാൻ മാത്രമല്ല, എൻ്റെ വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അത് മലയാളത്തിൽ ഇങ്ങനെ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കുറച്ച് പേര് നെഗറ്റീവായിട്ട് ഭയങ്കര മോശം കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടിരുന്നു, അവരൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇനി മുതൽ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രം നമ്മുടെ ഒപ്പം നിന്നാൽ മതി എന്ന് ഞാനൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് അടിക്കുന്നവരായിക്കോട്ടെ മോശമായിട്ട് പറയുന്നവരായിക്കോട്ടെ ഒന്നും നോക്കില്ല, ഒക്കെ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളയുള്ളൂ. നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവർ മാത്രമായി നമുക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ അതൊന്നും ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് വഴി നമ്മൾ ഈ ഒരു കോൺടാക്റ്റ് അഡ്രസ്സ് കോപ്പി ചെയ്ത് നമ്മൾ എൻ്റർ ചെയ്തപ്പോൾ നമുക്ക് കോപ്പി കാറ്റ് ടോക്കൺ വാർണിംഗ് സൈൻ ഫസ്റ്റ് തന്നെ വന്നു. കോപ്പി കാറ്റ് ടോക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ യൂസർ കണ്ടില്ലേ, ഈ ഒരു സിമ്പിൾ പല തവണയായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ ഒരു റിസ്ക് ഇവിടെ കണ്ടു. പിന്നെ ലോ എമൗണ്ട് ഓഫ് LP പ്രൊവൈഡേഴ്സ്, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസ്ക് അല്ല. അതായത് ഇയാൾക്ക് പല പ്രൊവൈഡേഴ്സ് വഴിയും ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇയാളിപ്പോൾ റേഡിയം പ്രോട്ടോക്കോൾ ആ ഒരു പ്ലാറ്റ്ഫോം വഴി മാത്രമാണ് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് മോശം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എല്ലാ നല്ല കോയിൻസുകളും ഇതുപോലെ ലോ എമൗണ്ട് LP പ്രൊവൈഡ് ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമുക്കത് നോക്കണ്ട. ഈ ഒരു കോപ്പി കാറ്റ് ടോക്കൺ നമുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇയാൾ പല തവണകളായിട്ട് ഇത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിലൊരു റിസ്ക് ഉണ്ട് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം ഇതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ റഗ്ഗിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റത്തെ ഒരു കാര്യം, നമ്മൾ 95% നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ബാക്കി 5% നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ റഗ് ചെക്ക് ഈ ഒരു സൈറ്റ് വഴി നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റി. ട്വിറ്ററിൻ്റെ പഴക്കം കണ്ടപ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നി, ഞാൻ നേരത്തെ പറഞ്ഞു. അതിനുശേഷം നമുക്ക് ഇനി ചെയ്യാനായിട്ടുള്ളത് പിന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം മിൻറ്റബിൾ ആണോ ഫ്രീസബിൾ ആണോ, ഈ ഒരു 2 കണ്ടീഷൻസ് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ കോപ്പി കാറ്റ് ടോക്കൺ ആണ് നമുക്ക് ഇവിടെ അറിയാൻ പറ്റി. ഒറ്റയടിക്ക് നമുക്കത് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഈ ഒരു സൈറ്റ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഈ ഒരു എപ്പിസോഡിൻ്റെ മെയിൻ ആ ഒരു ഭാഗത്തോട്ട് ഇന്നർ കോറിലോട്ട് നമ്മൾ കടക്കാൻ പോകുന്നത്. ഇനി നമ്മുടെ കളികൾ വലിയ കളികളാണ്. അപ്പോൾ നമ്മൾ ഇനി മുതൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ്ലി നോക്കാൻ പോകുന്നത് solscan.io എന്ന് പറഞ്ഞിട്ടുള്ള സൊളാനോൻ്റെ തന്നെ ഒഫീഷ്യൽ അവരുടെ ഒറിജിനൽ വെബ്സൈറ്റാണ്. അപ്പോൾ ഇതൊരു ബ്ലോക്ക് ചെയിൻ ഫുള്ള് നമുക്കറിയാം. നിങ്ങൾ ക്രിപ്റ്റോയിൽ കടന്നു വരുന്നവരൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു വേർഡായിരിക്കും ബ്ലോക്ക് ചെയിൻ. നമ്മുടെ എപ്പിസോഡുകളിൽ പോലും നമ്മളധികം കവർ ചെയ്തിട്ടില്ല ഇത്രയും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമായിട്ട്. പക്ഷേ നമ്മളത് മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ പറയാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചുമ്മാ അങ്ങ് കയറി പറഞ്ഞിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അത് മാറ്റി വെച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടുത്തെ ഈ ട്വിറ്റർ ഇതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഞാൻ വീണ്ടും കോൺടാക്ട് അഡ്രസ്സ് ഇവിടുന്ന് കോപ്പി ചെയ്തു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇവിടെ നമ്മൾ solscan.io ഇവരുടെ ഈ ഒരു ബ്ലോക്ക് ചെയിൻ്റെ വെബ്സൈറ്റിലോട്ട് വന്നു, സോളാനോൻ്റെ ബ്ലോക്ക് ചെയിൻ്റെ വെബ്സൈറ്റിലോട്ട് വന്നു. അതിനുശേഷം ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇവരുടെ ഈ ഒരു കോൺടാക്ട് അഡ്രസ്സ് പേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ലില്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടോക്കൺ ഇവിടെ വന്നു. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യണം. ഇനി നമ്മൾ ഡെവലപ്പറെ കണ്ടുപിടിക്കാൻ പോവാണ് ഗൈസ്. നമ്മളൊരു ടോക്കണിൻ്റെ കോൺടാക്ട് അഡ്രസ്സ് വെച്ചിട്ട് അത് ക്രിയേറ്റ് ചെയ്ത ഡെവലപ്പറെ കണ്ടുപിടിക്കാനും ആളുടെ ആക്ടിവിറ്റികൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ ഇതിൻ്റെ സപ്ലൈ 1 ബില്യൺ അല്ലെങ്കിൽ 10 ബില്യൺ 100 ബില്യൺ അതുപോലെ 1 ട്രില്യൺ. ഈ സപ്ലൈ പല ക്വാണ്ടിറ്റിയിലാവുന്നതും ഒന്നല്ല റിസ്ക്. ഇതിൻ്റെ ശതമാനം, ഈ സപ്ലൈയുടെ പേഴ്സൻറ്റേജ് ഹോൾഡിങ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടുത്തെ റിസ്ക്കുകളായിട്ട് വരുന്നത്. അല്ലാതെ ഒരു സപ്ലൈ ഒരു 1 ട്രില്യണോളം ഇതിൻ്റെ സപ്ലൈ വരുന്നുണ്ട് ഗുയിസ്, അതുകൊണ്ട് ഇത് റിസ്ക് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എല്ലാം അതൊന്നും പ്രശ്നമുള്ള കേസേ അല്ല. ഇവിടെ സപ്ലൈയുടെ പേഴ്സൻറ്റേജ് എത്ര ഡെവലപ്പർ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ഡെവലപ്പർ പല വാലറ്റിലേക്ക് ഇത് മാറ്റി വെച്ചിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
അതായത് ചിലപ്പോൾ ഡെവലപ്പർ വിചാരിക്കും ഇപ്പം എൻ്റെ കയ്യിൽ ഒരു 90% സപ്ലൈ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ടോക്കണിൻ്റെ ഹോൾഡിങ്സ് 90% ഒരു സിംഗിൾ വാലറ്റിൽ കാണുമ്പോൾ ആളുകൾ പേടിച്ചിട്ട് ഇതിൽ നിന്ന് മാറി നിൽക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഡെവലപ്പർ പല വാലറ്റിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ട് ഉണ്ടോ എന്ന് നോക്കാൻ പറ്റും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ ടോക്കണിൻ്റെ പ്രൈസ് കയറുമ്പോൾ ഈ 90% പല വാലറ്റിലായതുകൊണ്ട് ആളുകൾ ചെക്ക് ചെയ്യുമ്പോൾ ഒരു സിംഗിൾ വാലറ്റിൽ വലിയൊരു എമൗണ്ട് കാണുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അതായത് 90%, 80%, 50% ഒന്നും ഹോൾഡിങ് കാണുന്നില്ല. അപ്പോൾ ഇയാൾ തന്നെ പല വാലറ്റിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ പ്രൈസ് കയറുമ്പോൾ എല്ലാ വാലറ്റിൽ നിന്നും കൂടി ഒരുമിച്ച് അത് സെല്ല് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഡെവലപ്പർ അത് ഹോൾഡ് ചെയ്യുന്ന കാര്യം അറിയാൻ പറ്റും, അയാൾ ക്രിയേറ്റ് ചെയ്ത എമൗണ്ട് അറിയാൻ പറ്റും, എത്ര രൂപ കൊടുത്തിട്ടാണ് അയാൾ ക്രിയേറ്റ് ചെയ്തത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീപ്പായിട്ടുള്ളൊരു കാര്യത്തിലോട്ടാണ് ഇനി കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം ഇപ്പോഴാണ് തുടങ്ങുന്നുള്ളൂ. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, പക്ഷേ ഈ ഒരു എപ്പിസോഡിൻ്റെ മെയിൻ കാര്യത്തിലോട്ട് നമ്മൾ ഈ ഒരു ടൈമാണ് ഫോക്കസ് ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഒരു സോൾ സ്കാനിൻ്റെ അതിൽ നമ്മൾ കോൺടാക്ട് അഡ്രസ്സ് വെച്ചിട്ട് സെർച്ച് ചെയ്തപ്പോൾ ആ ഒരു ടോക്കണിൻ്റെ പ്രൊഫൈൽ അടക്കം ഫുൾ ഡീറ്റെയിൽ വന്നു. അതിൻ്റെ ടോക്കണിൻ്റെ കോൺടാക്ട് അഡ്രസ്സ് ഇവിടെ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും ഒന്നുകൂടി. പിന്നെ അതിൻ്റെ സപ്ലൈ 1 ബില്യൺ ആണെന്ന് കണ്ടു, ഇതൊക്കെ നമ്മൾ കണ്ടു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യമാണ് പറയുന്നത്. ഇവിടെ ഇതിൻ്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ കാണാം. ഈ ഒരു കോൺടാക്ട് അഡ്രസ്സിൻ്റെ ഫുൾ ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ഡെവലപ്പറെ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ഷൻസിൽ വരാം. ഇവിടെ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫിൽറ്റർ ബട്ടൺ കാണാം. ഇവിടെ ആക്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. അതിൽ മിൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, മറക്കരുത്, മിൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഫിൽറ്റർ കൊടുക്കാം. ഓക്കെ, ഈ മിൻറ്റ് എന്ന് മീൻസ് ഈ മിൻറ്റ് ചെയ്തിട്ടുള്ള ആളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. മിൻറ്റ് ചെയ്ത ആൾ മീൻസ് നമുക്ക് ആ ഡെവലപ്പറെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ആക്ഷൻ ബട്ടണിൽ തന്നെ വേറെ ഉണ്ട് ബേൺ എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ബേണും കൂടി ഞാൻ പറഞ്ഞിട്ട് അതിലോട്ട് കിടക്കാം. ഒരു 1 ബില്യൺ സപ്ലൈ ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ആളുകൾ അവിടെ നിന്ന് അത് ബൈ ചെയ്തുകൊണ്ടേയിരിക്കണം ഇല്ലേ? ആളുകൾ അവിടെ ബൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? ആ ഒരു ലിക്വിഡിറ്റി പ്രൊവൈഡർ അവർക്ക് ഇങ്ങനെ ആളുകൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ ലിക്വിഡിറ്റി പ്രൊവൈഡറിൻ്റെ കയ്യിലത്തെ സപ്ലൈ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ മേടിക്കുമ്പോൾ കൊടുത്തിട്ടുള്ള സൊളാന അതിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്, ലിക്വിഡിറ്റി പ്രൊവൈഡറിലേക്ക് ആഡ് ആയിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ബാക്കിയുള്ള ടോക്കൺസിൻ്റെ വില ആ ഒരു അസറ്റ് കൊണ്ട് വില കൂടിക്കൊണ്ടേയിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടെ സപ്ലൈ കുറയുമ്പോൾ ഡിമാൻഡ് അവിടെ ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഡിമാൻഡ് ഇൻക്രീസ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്രൈസ് കയറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ വേറൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ള അതും വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്, ബേണിംഗ് എന്ന്. അതായത് നിങ്ങളുടെ കയ്യിലൊരു 1 ബില്യൺ സപ്ലൈ, നിങ്ങളൊരു കോയിൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 1 ബില്യൺ സപ്ലൈ നിങ്ങളുടെ കയ്യിലുണ്ട്. എന്നാൽ അധികം ആരും അത് കുറച്ച് പേരൊക്കെ അത് വാങ്ങി, എന്നാൽ അധികം ആരും മേടിക്കുന്നില്ല. പക്ഷേ കുറേ പേര് വാങ്ങിയാലാണ് അതിൻ്റെ ഡിമാൻഡ് കൂടുന്നത്. സപ്ലൈ കുറയുമ്പോൾ അല്ലേ, ആളുകൾ അത് സ്പ്ലിറ്റ് ചെയ്ത് എല്ലാവരുടെ കയ്യിലും അത് മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പ്രൊവൈഡറിൻ്റെ കയ്യിൽ അതിൻ്റെ സപ്ലൈ കുറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സപ്ലൈ കുറയുമ്പോഴാണ് ഡിമാൻഡ് കൂടുന്നത്. പക്ഷേ അധികം ആരും അത് മേടിക്കുന്നില്ല, പക്ഷേ കുറച്ച് പേരൊക്കെ അത് മേടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഡെവലപ്പർ തന്നെ അയാളുടെ സപ്ലൈ അല്ലെങ്കിൽ ആ ഒരു ടോക്കണിൻ്റെ സപ്ലൈ അയാൾ അവിടെ കുറയ്ക്കാൻ നോക്കും. മനസ്സിലായില്ല? 1 ബില്യണിൽ നിന്ന് അത് എത്ര ശതമാനത്തോളം അയാൾക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം മീൻസ് അയാൾക്ക് കാശ് കൊടുത്തിട്ട് അത് വാങ്ങിയിട്ട് ആ സപ്ലൈ വേണമെങ്കിൽ ബേൺ ചെയ്യാം. അല്ലെങ്കിൽ അയാൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 90% അയാൾ ഹോൾഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അയാൾക്ക് വേണമെങ്കിൽ ഒരു 50% എന്ന് ബേൺ ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി 40%, അതായത് 1 ബില്യണിൽ 40% എന്ന് പറയുമ്പോൾ 400 മില്യൺ സപ്ലൈ അയാൾ കത്തിച്ച് കളയാണ്, ബേൺ ചെയ്ത് കളയാണ്. മാർക്കറ്റിൽ ഇല്ല അങ്ങനത്തെ സപ്ലൈ. അപ്പോൾ വെറും 600 മില്യൺ, അതായത് വെറും 60% മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായി? സപ്ലൈ അവിടെ കുറഞ്ഞപ്പോൾ എന്തായി? ഡിമാൻഡ് വീണ്ടും കൂടി. ഇത്തരം കാര്യങ്ങൾ ഈ ഒരു ടോക്കണുകളിൽ നടക്കുന്നത് വളരെ കുറച്ചാണ്. നമ്മുടെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ടോപ്പായിട്ടുള്ള കോയിനുകളിൽ നമുക്ക് എടുത്ത് പറയാനായിട്ട് ഉള്ളത് BNB മന്ത്ലി ആ കമ്പനി തന്നെ കാശ് കൊടുത്ത് ആ BNB വാങ്ങിയിട്ട് അത് ബേൺ ചെയ്ത് കളയുന്നുണ്ട്. ആ ഒരു ബൈനാൻസിൻ്റെ ആ ഒരു പ്രോഫിറ്റ് ഷെയറിന്ന് ചെറിയൊരു ശതമാനം അവർ വാങ്ങിയിട്ട് അത് ബേൺ ചെയ്ത് കളയുന്നുണ്ട്. അതുകൊണ്ടാണ് BNB എപ്പോഴും നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് മറ്റ് കുറേ കുക്കോയിൻ ആയിക്കോട്ടെ, MEXC ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ പ്ലാറ്റ്ഫോമുകൾക്ക് സ്വന്തമായിട്ടുള്ള ടോക്കൺ ഉണ്ട്. പക്ഷേ എപ്പോഴും BNBക്ക് ഇത്രയും ഡിമാൻഡും ടോപ്പ് 10 റാങ്കിങ്ങിൽ എപ്പോഴും നമ്മുടെ BNB കാണും. അതിൻ്റെ മെയിൻ റീസൺ ബേണിംഗ് ആണ്. ബേണിംഗ് എന്ന് പറയുന്നത് അത്ര അധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതും അത്രയധികം പവർഫുൾ ആയിട്ടുള്ളൊരു ടേമാണ് ബേൺ. അപ്പോൾ നമുക്ക് ഇയാൾ റഗ് ചെയ്യാവുന്നവർ ബേണിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിവിടെ ബേൺ ചെയ്യാം, ബേണിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. എങ്ങാനും ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ നോക്കിയിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് എത്രയാണെന്ന്. അപ്പോൾ നമുക്കിവിടെ നോക്കിയപ്പോൾ ഈ ഒരു ഡെവലപ്പർ ബേൺ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എന്നാൽ അയാൾ ബേൺ ചെയ്തത് എത്ര ശതമാനമാണെന്നതാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ട. അല്ലാണ്ട് 0.001% ചിലപ്പോൾ ബേൺ ചെയ്തെന്ന് വരാം. അത് ബേൺ ചെയ്തിട്ട് കടലിൽ കായം കലക്കുന്നൊരു പോലത്തെ
പരിപാടിയാണ്. ഇയാളിവിടെ 1 ബില്യൺ ടോക്കൺ ക്രിയേറ്റ് ചെയ്തിട്ട് വെറും 410 ടോക്കൺ മാത്രമാണ്, 410 കഴിഞ്ഞ ഒരു ഡോട്ട് ഉണ്ട് കേട്ടോ, വെറും 410 ടോക്കണാണ് അയാൾ ബേൺ ചെയ്തത്. മനസ്സിലായില്ല? അതായത് എൻ്റെ ഡോളർ വാല്യൂ നോക്കിയൊക്കെ $0.038 ഉള്ളൂ. അപ്പോൾ ഇതൊന്നല്ല ബേണിംഗ് എന്ന് പറയുമ്പോൾ ഒരു 1%, 5%, 10% ഇങ്ങനെയാണ് ബേണിംഗ് എന്ന് പറയാം. അപ്പോൾ 1 ബില്യണിൽ 1% എന്ന് പറയുന്നത് എത്രയാണ്? 10 മില്യൺ ആണ് അല്ലേ? 10 മില്യണേലും ബേൺ ചെയ്യണം. ഇവിടെ 10 മില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം 1 കോടിയാണ്. 1 കോടിയാണ് ഇന്ത്യൻ ഒരു ഇതിൽ കാൽക്കുലേഷനിൽ പറയുമ്പോൾ. 1 കോടി പോയിട്ട് ഇവിടെ 410 ബേൺ ചെയ്ത് കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബേൺ ചെയ്യുന്നു എന്നുള്ളൊരു കണ്ടീഷൻ കൊണ്ട് നല്ലതാണെന്ന് വിചാരിക്കരുത്. അതാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ക്വാണ്ടിറ്റി, അതായത് ടോട്ടൽ സപ്ലയറെ എത്ര ശതമാനമാണ് ബേൺ ചെയ്തേക്കണമെന്ന് നിങ്ങൾ നോക്കി നോക്കുക. അപ്പോൾ നിങ്ങൾ ആക്ഷനിൽ നമ്മൾ ഈ കോൺടാക്ട് അഡ്രസ്സ് വന്നിട്ട് ഈ സോഴ്സ് സ്കാനറിൽ വന്നിട്ട് നിങ്ങൾ ആക്ഷനിൽ ബേണിങ്ങും മിൻറ്റിങ്ങും നോക്കിയിട്ട് ഫിൽട്ടർ ചെയ്യുക. ഈ ഒരു എപ്പിസോഡ് കുറച്ച് ലെങ്ത്തായി പോകണ്ടോയെന്നോ എനിക്കൊരു സംശയമുണ്ട്. എന്നിരുന്നാലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു എപ്പിസോഡ് കൂടിയിട്ട് നമുക്കൊരു 60-70% കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തൊരു എപ്പിസോഡും കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഫാസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് മിൻറ്റിങ് ബേൺ ചെയ്തതിൻ്റെ കഥ ഇപ്പോൾ നമ്മൾ കണ്ടു, ആ ഒരു കോമഡി നമ്മൾ കണ്ടു. ഇപ്പോൾ മിൻറ്റിങ് കണ്ടു. ഇത് ഞാൻ നമ്മുടെ ഡെവലപ്പറെ കണ്ടുപിടിക്കാൻ പോവാണ്. മിൻറ്റ് കണ്ടു. ഈ മിൻറ്റിൻ്റെ നേരെ തന്നെ ഇതിൻ്റെ സിഗ്നേച്ചർ, ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ള ആ ഒരു സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഐ ബട്ടൺ കണ്ടില്ലേ നിങ്ങൾ? മിൻറ്റിൻ്റെ നേരെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ശ്രദ്ധിച്ച് ചെയ്യുക, ഫസ്റ്റത്തെ ഓപ്ഷനിലേക്ക് പോവുക. ഫസ്റ്റ് ട്രാൻസ്ഫർ ഫ്രം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കാണാം, ട്രാൻസ്ഫർ ഫ്രം. അപ്പോൾ ഇവിടെ ഒരു വാലറ്റ് അഡ്രസ്സ് ഉണ്ട് ഇല്ലേ? ഒരു വാലറ്റ് അഡ്രസ്സ് കാണുന്നുണ്ട്. ഇതാണ് ഡെവലപ്പറിൻ്റെ അഡ്രസ്സ്. അതായത് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച ആ ഒരു ഡെവലപ്പറിൻ്റെ വാലറ്റ്, സൊളാനോൻ്റെ വാലറ്റ് ഡെപ്പോസിറ്റിംഗ് അഡ്രസ്സാണിത്. ഓക്കെ, ഇതാണ് നമുക്ക് വേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നുകൂടി ഞാൻ കാണിച്ചാൽ പല വാലറ്റ് അഡ്രസ്സുകളൂടെ കാണും. നിങ്ങളവിടെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ട്രാൻസ്ഫർ ഫ്രം എന്നുള്ള ഫസ്റ്റത്തെ ഓപ്ഷനിലോട്ട് പോവുക. അതിനുശേഷം ഇവിടെ നമുക്ക് ഇയാളുടെ ഈ ഒരു വാലറ്റ് അഡ്രസ്സ് കിട്ടി. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോൾ അയാളുടെ വാലറ്റ് ഓപ്പൺ ആയി വന്നു ഇവിടെ. കണ്ടില്ലേ? അപ്പോൾ ഇയാൾ വാലറ്റിൽ എന്തൊക്കെ ടോക്കണുകൾ ബൈ ചെയ്യുന്നുണ്ട്, ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഇയാളിൽ ഇപ്പോൾ കറൻറ്റിൽ എത്ര സൊളാനോ ബാലൻസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതൊന്നുമല്ല നമ്മൾ അന്വേഷിക്കാൻ പോകുന്ന കാര്യം. അപ്പോൾ നമുക്ക് ഇയാളുടെ വാലറ്റ് അഡ്രസ്സ് ഇവിടെ കിട്ടി. കണ്ടില്ലേ? ഇതാണ് ഇയാളുടെ ഡെപ്പോസിറ്റിംഗ്, അയാളുടെ സൊളാനോ വാലറ്റ് അഡ്രസ്സ് ഇതാണ്. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം, ഇവിടെ താഴെ വന്നിട്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ട്രാൻസ്ഫേഴ്സ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇയാൾ എന്തൊക്കെ ട്രാൻസാക്ഷൻ നടത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ട്രാൻസ്ഫേഴ്സ് നമ്മൾ എടുക്കുന്നത്. അയാൾ ഈ ടോക്കൺ ബൈ ചെയ്തിട്ട് ഈ ടോക്കൺ അയാൾ വേറെ വാലറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടോ, ഇനി അയാൾ സെല്ല് ചെയ്തിട്ടുണ്ടോ, അയാൾ ബൈ ചെയ്ത് എത്ര എമൗണ്ടിനാണ്, എത്ര ക്വാണ്ടിറ്റി അയാളുടെ കയ്യിലുണ്ടായിരുന്നു, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫേഴ്സ് എടുത്തത്. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾ റിപ്പീറ്റ് കാണാൻ മനസ്സിലായില്ലെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിനുശേഷം ടോക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കണ്ടില്ലേ? ഇവിടെ ടോക്കൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഫിൽറ്റർ ബട്ടൺ കണ്ടില്ലേ? ഈ ഫിൽറ്റർ ബട്ടണിലോട്ട് വരിക. അതിനുശേഷം ഇവിടെ സെർച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ സെർച്ചിൽ നിങ്ങളുടെ ഈ ഒരു നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു ടോക്കണിൻ്റെ കോൺടാക്ട് അഡ്രസ്സ്, ഇയാൾ ക്രിയേറ്റ് ചെയ്ത ഈ ടോക്കണിൻ്റെ കോൺടാക്ട് അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ആ ഒരു ലില്ലി എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ വന്നു. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സെർച്ചിൽ ലില്ലി എന്ന് ഓട്ടോമാറ്റിക്കലി അവിടെ സെർച്ച്ഡായി. അതിനുശേഷം ഫിൽറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ ഒരു വാലറ്റിൽ ഈ ഒരു ടോക്കണിൻ്റെ ട്രാൻസാക്ഷൻസ് മാത്രം ഫിൽറ്ററായിട്ട് നമുക്ക് വന്നു. അതായത് ഇയാൾ ഇതിൻ്റെ ഇടയിൽ കുറേ സൊളാനയും വേറെ കോയിനുകളൊക്കെ ബൈ ചെയ്തിട്ടുണ്ടോ, അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ഇയാൾ ഈ ഒരു ടോക്കണിൽ എന്താണ് ചെയ്തത്, ഇയാൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ടോക്കൺ ഇയാളോട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇയാൾ 3,57,547, അതായത് വളരെ ചെറുതുള്ളൂ കേട്ടോ. ഈ ഒരു കേസിൽ വളരെ ചെറുതുള്ളൂ. സാധാരണ നമ്മൾ കാണാം 10%, 50%ഒക്കെയാണ്. ഇതിപ്പോൾ 0.03% ഉള്ളൂ. മനസ്സിലായില്ല? അത് 0.3 അല്ല, 0.03%. ഇപ്പോൾ ഒരു 1 മില്യൺ ആകുമ്പോൾ ഇതിപ്പോൾ 3,57,000 ഉള്ളൂ. 1 മില്യൺ ആകുമ്പോൾ പോലും 0.1% ആണ്. 10 മില്യൺ ആകുമ്പോഴാണ് 1% ആവുന്നത്. അപ്പോൾ ഇത് അതിനും താഴെയാണ്. അപ്പോൾ ഇയാളിൽ 0.03% ഇയാളുടെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ അയാൾ ഏകദേശം $2 വർത്ത് വരുന്ന ആ ഒരു ലില്ലി ടോക്കൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, pump.fund വഴി അയാളുടെ കൈമാറ്റം ചെയ്ത് അത്രയാണ്. അതിനുശേഷം ഇയാളുടെ ഈ ഒരു വാലറ്റ് അഡ്രസ്സ് ഞാൻ പറഞ്ഞു ഇതാണെന്ന്. ഈ ഒരു വാലറ്റിൽ നിന്ന് ഇതിലോട്ട് തിരിച്ചു പോയിട്ടുണ്ട്. അതായത് ഇയാൾ സെല്ല് ചെയ്തു 2.41 തന്നെ ഇയാൾ അപ്പോൾ തന്നെ അത് സെല്ല് ചെയ്തു. മനസ്സിലായില്ലേ? അപ്പോൾ ഇയാളുടെ ബാക്കി എന്താ പിന്നെ ഡസ്റ്റ് പോലെ എന്തെങ്കിലും ഉണ്ടാവും. കണ്ടില്ലേ? അതിന് വാല്യൂ ഒന്നും വളരെ ചെറിയ വാല്യൂ, 0.003737. ഓക്കെ, അപ്പോൾ ഇയാൾ ശരിക്കും ഇത് ഹോൾഡ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലായി. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ഞാൻ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. ഒരു കഥ പോലെ ഞാൻ പറഞ്ഞുതരാം. ഇയാൾ ടോക്കൺ ക്രിയേറ്റ് ചെയ്തിട്ട് വളരെ ചെറിയൊരു ശതമാനം മാത്രമേ അതേ 0.03% സപ്ലൈ മാത്രമേ അയാളുടെ കയ്യിൽ വെച്ചു. അയാൾ അത് സെല്ല് ചെയ്തു. മീൻസ് ഇത് സെല്ല് ചെയ്യാനുള്ള റീസൺ ചിലപ്പോൾ എന്തായാലും സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ഒരുവിധം കുറേ പേര് ചിലപ്പോൾ ഈ റഗ് ചെക്കിൽ നോക്കിയപ്പോൾ കോപ്പി കാറ്റ് എന്നുള്ള ടോക്കണിൻ്റെ ഈ ഒരു ടൈം കണ്ടു. ഇയാളുടെ ട്വിറ്റർ പ്രൊഫൈലിൽ കുറേ പേര് കയറി നമ്മളെപ്പോലെ പോയി നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ കുറേ പേര് ഇതുപോലത്തെ സെയിം ഈ പേരിൽ വന്നിട്ടുള്ള ടോക്കൺസിൽ ഇത് കാശ് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേ പേരിൽ അയാൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആരും വാങ്ങിയില്ല. അപ്പോൾ ആരും വാങ്ങാണ്ട് വന്നപ്പോൾ എന്തായത്, അത് അവിടെ അങ്ങനെ ചത്ത പോലെ കിടന്നു. ആളും സെല്ല് ചെയ്തത് ഒഴിവായിപ്പോയി. മനസ്സിലായില്ലേ? അയാളും അത് സെല്ല് ചെയ്ത് ഒഴിവായിപ്പോയി. അപ്പോൾ ബാക്കിയുള്ളവർ ചിലപ്പോൾ ഇയാൾ നിന്ന് എക്സിറ്റ് ചെയ്തത് കണ്ടു.
മനസ്സിലായില്ല. എക്സിറ്റ് ചെയ്തത് കണ്ടപ്പോൾ കുറേ പേര് ഇത് വാങ്ങിയിട്ട് അതിൻ്റെ പ്രൈസ് വീണ്ടും കയറിപ്പോയതാവാം. ഇതുപോലെ സംഭവിച്ചിരിക്കാം. ഞാൻ ഇതിൻ്റെ ഒരു ചാൻസ് ആണ് പറയുന്നത്, ഇതായിരിക്കും എന്നല്ല പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചാർട്ടിലോട്ടൊന്ന് വരാം. അപ്പം നോക്കി നോക്കിയാൽ ചാർട്ടിൽ നോക്കി നോക്കിയാൽ ഇയാൾ ടോക്കൺ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം താഴത്തോട്ട് തന്നെയാണ് കണ്ടിന്യൂസ് വന്നത്. ഏകദേശം എത്രയാണ്, ഒരു 49,000 മാത്രമേ തന്നെ വിലയുള്ളൂ. വലിയ രീതിയിൽ ഹൈപ്പൊന്നും ക്രിയേറ്റ് ചെയ്തില്ല. കുറച്ച് മണിക്കൂറുകൾ, കുറച്ച് ദിവസം അവിടെ അങ്ങനെ കിടന്നു. അതിനുശേഷം ഇപ്പോൾ 4.9 മില്യണോട്ട് ഇത് കയറി വന്നു. അതായത് ഇയാളുടെ കയ്യിൽ നിന്ന് അയാൾ സെല്ല് ചെയ്തത് ഒഴിവായ കേസാണ്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് മനസ്സിലായി ഇയാൾ ഇതിന് എന്തായാലും എക്സിറ്റായി, നമുക്കിത് മേടിച്ചിട്ട് കയറ്റിക്കൊണ്ടുവരാം, ഇനി ഇയാൾക്ക് ഇതിലൊരു കളികളും കളിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിച്ചിരിക്കാം. ഇത്തരം റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും നിങ്ങളിപ്പോൾ തലയിടരുത്. നിങ്ങൾ മേടിക്കാനും പോരും. നമുക്ക് ഇതല്ലാണ്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നല്ല നല്ല ടോക്കണിലോട്ട് പോകാം. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ട് കുറച്ച് കാര്യങ്ങളിലോട്ട് കടക്കാൻ പോകണം. ഇനി നമുക്ക് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ രണ്ടാമത്തെ ഫിൽറ്റർ ഒന്ന് ഞാൻ നോക്കി നോക്കാം. ഓക്കെ, രണ്ടാമത്തെ ഫിൽറ്റർ ഞാനിവിടെ ഇട്ട് നോക്കി. അപ്പോൾ അതിൽ ഒറ്റ ടോക്കൺസും ഫിൽറ്ററിൽ നമ്മുടെ കണ്ടീഷൻ പ്രകാരം വന്നിട്ടില്ല. ഞാൻ ഈ ഒരു ഫിൽറ്റർ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. മാർക്കറ്റ് ക്യാപ്പ് ഞാൻ 1 മില്യൺ ആണ് ഇട്ടിരിക്കുന്നത്. 15 മില്യൺ നേരത്തെ അതേ സെയിം കണ്ടീഷൻ തന്നെ. ഇവിടെ വ്യത്യാസമുള്ള കാര്യം 24 ഹവേഴ്സിൽ 400% കയറി നിൽക്കണം. പിന്നെ ഇവിടെ മാക്സിമം ഏജ് കൊടുത്തിട്ടില്ല. അതായത് ടോക്കൺ എന്തായാലും ക്രിയേറ്റ് ആയിട്ട് 2 ദിവസം കഴിഞ്ഞിരിക്കണം. അതിന് പഴക്കം എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ. അതായത് ഞാൻ ഇവിടെ ഉദ്ദേശിച്ച ഒരു കാര്യം ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ടോക്കൺ ക്രിയേറ്റ് ആയി 2-3 ദിവസത്തിന് ശേഷം അതിൻ്റെ ഓൾ ടൈം ഹൈ ബ്രേക്കായി നല്ല രീതിയിൽ ട്രെൻഡിങ്ങിലോട്ട് പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഫിൽട്രേഷനാണിത്. മനസ്സിലായില്ലേ? ഏജിൻ്റെ മാക്സിമം ഞാൻ കൊടുത്തിട്ടില്ല. ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് ഈ ഒരു ടോക്കൺ നല്ല രീതിയിൽ കയറുമ്പോൾ ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ 400% കയറുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു നല്ല ന്യൂസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കയറി നോക്കും. അങ്ങനെ കണ്ടുപിടിക്കാനുള്ള എൻ്റെ രണ്ടാമത്തെ ഒരു ഫിൽട്രേഷൻ്റെ ഒരു കാര്യങ്ങളാണ്. ഈ ഒരു സംഭവം നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിലായിരിക്കും കൂടുതലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ ട്രിക്സും നിങ്ങൾ എങ്ങനെയാണ് മേടിക്കേണ്ടത്, എന്താണ് നിങ്ങൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നൊക്കെ നമ്മൾ അതിലായിരിക്കും കൂടുതൽ പറയുക. ഈ ഒരു എപ്പിസോഡ് കുറേ ലെങ്ത് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഫാൻഡം വാലറ്റ് വെച്ചിട്ട് ബൈ ചെയ്യുന്നതൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. എന്നിരുന്നാലും നമുക്ക് ഒരു കാര്യം കൂടി ഇവിടെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഫ്രണ്ട്സ് ഓഫ് എലോൺ എന്ന് പറഞ്ഞൊരു ടോക്കൺ ഞാൻ കണ്ടു. 2.7 മില്യൺ മാർക്കറ്റ് ക്യാപ്പാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ടാബുകളൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോക്കൺ കൂടി നമുക്ക് ഇതേപോലെ ചകഞ്ഞ് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് ക്ലോസ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ കോൺടാക്ട് അഡ്രസ്സ് ഒന്ന് കോപ്പി ചെയ്ത് വിടണം. ഓക്കെ, നമ്മൾ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്തു. അതിനുശേഷം ഒന്ന് വെയിറ്റ് ചെയ്തു ഇതിൻ്റെ പേര് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ പേര് വന്ന് നമുക്ക് കിട്ടി. എന്നതിന് ശേഷം ഞാൻ ഇവിടുത്തെ കോൺടാക്ട് അഡ്രസ്സ് കോപ്പി ചെയ്ത് ഞാൻ റെഗ് ചെക്കിൽ ഈ ഒരു ടോക്കൺ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കയറി നോക്കി. കോപ്പിക്കാറ്റ് ടോക്കൺ ആണെന്ന് നമുക്ക് വേഗം തന്നെ മനസ്സിലാവാൻ പറ്റി. അതായത് ഈ ഒരു പേരിൽ പല ടൈമുകളിലും ഈ ഒരു ഡെവലപ്പർ ഈ ഒരു ടോക്കൺ സെയിം ട്വിറ്റർ പ്രൊഫൈലൊക്കെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഇവിടെ മനസ്സിലായി. ഞാൻ എന്തായാലും ട്വിറ്ററിൻ്റെ പ്രൊഫൈലിലോട്ട് നോക്കി നോക്കാം. ഓക്കെ, ഇന്നത്തെ നമുക്ക് ഡിസംബർ മാസമാണ് നമ്മൾ നിൽക്കുന്നത്. കഴിഞ്ഞ മാസം ഈ ഒരു ടോക്കൺ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇയാൾ പല തവണയായിട്ട് ചിലപ്പോൾ ഈ ഒരു ടോക്കൺ ഇങ്ങനെ പ്രിൻറ്റ് ചെയ്ത് വീണ്ടും ആ പോസ്റ്റുകൾ ഡിലീറ്റ് അതിലിപ്പോൾ ഒരു പോസ്റ്റും കാണുന്നില്ല കേട്ടോ. അപ്പോൾ പഴയ പോസ്റ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ പോസ്റ്റ് ഇടാൻ മറന്നിരിക്കുന്ന ഒരാളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ കോൺടാക്ട് അഡ്രസ് വെച്ചിട്ട് നമ്മുടെ സോൾ സ്കാനറിൽ ബേണിംഗ് നോക്കി 1 ബില്യൺ ആണ് സപ്ലൈ. അതിൽ വളരെ ചെറിയൊരു 1% എന്നല്ല, 0.0001% ഒക്കെയാണ് അയാൾ ബേണിംഗ് നടത്തിയത്. അതൊന്നും നമുക്ക് കാര്യമില്ല. നമുക്കിവിടെ ഐ ബട്ടണിൽ പോയി നമുക്ക് ഡെവലപ്പറിൻ്റെ വാലറ്റ് അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഐ ബട്ടണിൽ പോയി ഒന്ന് വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ഈ ഒരു വാലറ്റ് അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്തു, അയാളുടെ ഡെവലപ്പറിൻ്റെ വാലറ്റ് അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ട്രാൻസ്ഫേഴ്സ് വന്നിട്ട് നമ്മളിവിടുത്തെ ടോക്കണിൻ്റെ ഈ ഒരു ഫിൽട്രേഷനിൽ നമുക്ക് ഈ ഒരു ടോക്കൺ മാത്രം ഈ ഡെവലപ്പർ എന്തൊക്കെയാണ് ചെയ്തേക്കണമെന്നല്ല അറിയേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒന്ന് പേസ്റ്റ് ചെയ്തു. ടോക്കൺ കാണിക്കുന്നില്ല. ഒരു സെക്കൻഡ്, ഞാനൊന്നും കൂടി ഇതിൻ്റെ കോൺടാക്ട് അഡ്രസ്സ് ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒന്നുകൂടി ടോക്കൺ നോക്കി നോക്കണം. ഇപ്പോൾ ഈ ഡെവലപ്പർ എന്താണ് ചെയ്തിരിക്കുന്നത് നമുക്കറിയില്ല. ഓക്കെ, ഇപ്പോൾ വന്നു. അതിനുശേഷം ഞാനൊന്ന് ഫിൽറ്ററിലൊന്ന് അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇയാളിവിടെ ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്ന് കാണാൻ പറ്റും. ഇയാളുടെ ഏകദേശം 1.7 സപ്ലൈ ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു. ഇയാൾ 12 ദിവസം മുന്നേ ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫിൽറ്റർ പ്രകാരം ഇത് ഈ ടോക്കൺ ആകെ ക്രിയേറ്റ് ആയിട്ട് 3 ദിവസമായിട്ടുള്ളൂ. നമ്മൾ നേരത്തെ ഈ ഒരു ഫിൽറ്ററിൽ നമ്മൾ പ്രകാരം നോക്കിയപ്പോൾ 3 ദിവസമായിട്ടുള്ളൂ. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് ഈ ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്തിട്ട് 12 ദിവസം? അതൊന്നും പേടിക്കേണ്ടതായിട്ടില്ല. pump.fund ഇത് നേരത്തെ ക്രിയേറ്റ് ആയതാണ്. ഞാൻ പറയാറുണ്ട്, pump.fund ടോക്കൺ ക്രിയേറ്റ് ആയിട്ട് ഒരു 100K മാർക്കറ്റ് ക്യാപ്പ് ആകുമ്പോൾ മാത്രമാണ് ഡെക്സിലോട്ട് വരിക. അപ്പോൾ ഈ 100Kയിലോട്ട് മാർക്കറ്റ് ക്യാപ്പ് ആയത് ചിലപ്പോൾ 3 ദിവസം മുന്നേ ആയിരിക്കും. അപ്പോൾ ഈ ടോക്കൺ ക്രിയേറ്റ് ചെയ്തിട്ട് കുറേ ദിവസം ആയിട്ടുണ്ടാവും. അപ്പോൾ അത് പ്രശ്നമുള്ള കാര്യമില്ല. അപ്പോൾ നമുക്ക് അയാൾ ടോക്കൺ ക്രിയേറ്റ് ചെയ്തു. 220 ടോക്കൺ ക്രിയേറ്റ് ചെയ്തപ്പോൾ അയാൾ കയ്യിൽ $122 ഉള്ള വർത്ത് വരുന്ന 1.7% ടോക്കൺസ് ഉണ്ടായിരുന്നു. അതിനുശേഷം അയാളത് സെല്ല് ചെയ്തു. $143 അയാളത് സെല്ല് ചെയ്തു. ചെറിയൊരു പ്രോഫിറ്റിന് അയാൾ സെല്ല് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതിനുശേഷം ഇവിടെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇത് റിസ്കി ടോക്കണാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് നമ്മൾ നോക്കുക. ഈ ഒരു റിസ്ക് ഇവിടെ കോപ്പിക്കാറ്റ് ടോക്കൺ കാണുമ്പോൾ നിങ്ങൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ,
അപ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടി പറയാനായിട്ടുള്ളത്, ഇനി നമ്മൾ ഇപ്പോൾ ഉള്ള കേസുകളൊന്നും ഇയാൾ വേറെ വാലറ്റിലേക്ക് ഇത് മേടിച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്തതായിട്ടൊന്നും കണ്ടില്ല. ഇനി സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള കേസുകളൊക്കെ അങ്ങനത്തെ ഉണ്ടോ ഇത് നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നതുള്ളൂ. ഇനി പല പല ടോക്കണുകളുടെ കോൺടാക്ട് അഡ്രസ്സുകൾ നിങ്ങൾക്ക് എടുത്തിട്ട് ഇപ്പോൾ പുതിയ നമ്മൾ പറഞ്ഞു റഗ് ചെയ്യണവരാണ് കൂടുതലും ചെയ്യുക. റഗ് ചെയ്യണവർക്കൊക്കെ ഉള്ള ആയുസ് എത്രയാണ്, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 5 മണിക്കൂറിനുള്ളിലേക്കാണ് അവർ റഗ് ചെയ്ത് പോകുക. അത്രയും അവർ ചെയ്യുള്ളൂ. അതിനും കൂടുതൽ സമയം ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നല്ലൊരു ടീമാവാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പുതിയ ടോക്കണുകളൊക്കെ ക്രിയേറ്റ് ആവുന്നപ്പോൾ നമുക്ക് ന്യൂ പേഴ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ന്യൂവസ്റ്റ് പെയർ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതാ 42 സെക്കൻഡ് 1 മിനിറ്റ് മുമ്പ് ക്രിയേറ്റ് ആയിട്ടുള്ള ടോക്കൺ. അപ്പോൾ ഇത്തരം ടോക്കണുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സോൾ സ്കാനിൽ എൻ്റെ കോൺടാക്ട് അഡ്രസ് വെച്ചിട്ട് മിൻറ്റിംഗ് ഒക്കെ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ പറ്റും. ഇതുപോലെ വാലറ്റിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് പറ്റും. പിന്നെ അതോടൊപ്പം പറയേണ്ടതാണ് ബേൺ ചെയ്തിട്ടുണ്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ ബേണിങ്ങിൻ്റെ സെക്ഷൻ ഞാൻ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേൺ ചെയ്തിട്ടുണ്ടോ, ഞാൻ സപ്ലൈയിലേക്ക് മാറ്റി വെച്ചാലും അയാൾ ബേൺ ചെയ്തിട്ടുണ്ടോ, അയാൾ എത്ര ശതമാനമാണ് ഹോൾഡ് ചെയ്യുന്നത്, ഇനി അയാൾ ടോക്കൺ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ദിവസം ഇനി കഴിഞ്ഞിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ന്യൂ പേഴ്സുകൾ വേണമെങ്കിൽ മേടിക്കാം. പക്ഷേ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുള്ള ടോക്കൺസുകൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് റിസ്ക് കുറയ്ക്കാൻ പറ്റും. ഇനിയാണ് നമ്മുടെ മെയിൻ കാര്യങ്ങളിലോട്ട് അടുത്ത എപ്പിസോഡ് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി പറയാം. അടുത്ത എപ്പിസോഡും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബൈ ചെയ്യാം. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് പോയിട്ട് ആരും പോയി മേടിക്കരുത്. ഞാൻ എപ്പോഴും കഴിഞ്ഞ എപ്പിസോഡിൽ പറയുന്ന പോലെ നമ്മുടെ ഒരു എല്ലാ എപ്പിസോഡുകളും കംപ്ലീറ്റ് ആവാറാകുമ്പോൾ ഞാൻ പറയാം ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് മേടിക്കാം. എൻ്റെ ഉള്ള അറിവുകൾ മൊത്തം ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞു എന്ന്. അപ്പോൾ ഇനി കുറച്ചുകൂടി കാര്യങ്ങളോ നമുക്ക് പറയാനായിട്ടുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഉള്ള ഒരുവിധം എല്ലാ സ്റ്റോക്കും കഴിഞ്ഞു. നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ റിസ്കിൽ ട്രേഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു എപ്പിസോഡിൽ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ വളരെ ഡേഞ്ചറാണ്, ഫ്യൂച്ചർ ട്രേഡിനേക്കാളും ഡേഞ്ചറാണ്. കാശ് പോകാനുള്ള ചാൻസ് ഒത്തിരി ഉണ്ട്. ആ കാശ് പോകാനുള്ള ചാൻസുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് കാണണ്ട. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് പറയുകയാണ്. പിന്നെ എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിലായിരിക്കും ഞാൻ എങ്ങനെയൊക്കെയാണ് കോയിനുകൾ മേടിക്കുന്നത്, എവിടെ നിന്നൊക്കെയാണ് എനിക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നത്, ഈ ഒരു ടോക്കൺ നല്ലതാണ് എന്നുള്ള കാര്യങ്ങൾ, ട്രെൻഡിങ്ങിലാവാൻ ചാൻസ് ഉള്ളതൊക്കെ ഞാൻ എവിടെ നിന്നാണ്, ഏത് സോഴ്സിൽ നിന്നാണ് കണ്ടെത്തുന്നത്, ട്വിറ്ററാണോ അതോ വേറെ വല്ല മേഖലകളുണ്ടോ, വേറെ വല്ല വെബ്സൈറ്റുകളോ ടെലിഗ്രാം ചാനലുകളുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ മൊത്തം പറയുന്ന മെയിൻ കാര്യങ്ങളിലോട്ട് നമ്മൾ അതായത് ബൈ ചെയ്യുന്ന കാര്യങ്ങളിലോട്ടാണ് നമ്മൾ അടുത്ത എപ്പിസോഡ് മുതൽ കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഒരുപാട് കഷ്ടപ്പെട്ട് കണ്ടെത്തിയിട്ടുള്ള എൻ്റെ അറിവുകൾ മൊത്തം ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് വളരെ ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് അറിയാൻ പറ്റി എന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ഈ ഒരു വീഡിയോയിൽ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഒത്തിരി കുറേ കാര്യങ്ങൾ പഠിക്കാനും കുറേ കാര്യങ്ങൾ ഹെൽപ്ഫുള്ളായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ അതൊക്കെ അറിയിക്കുക. അപ്പോൾ ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ പ്ലേലിസ്റ്റ് മുഴുവൻ എല്ലാ വീഡിയോസുകളും നിങ്ങൾ കണ്ടിട്ട് വേണം ഈ ഒരു എപ്പിസോഡ് കണ്ടിരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. പിന്നെ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ കൂടെ നിർത്തിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ഇനി മുന്നോട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ അതൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഒക്കെ വരും എപ്പിസോഡുകളൊക്കെ അത് കവർ ചെയ്യാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡ് കൂടിയിട്ട് ഒരു 80% നമ്മുടെ ഈ ഒരു സീരീസിൻ്റെ എൻഡിലോട്ട് നമ്മൾ എത്തും. ഓക്കെ ഗൈസ്, അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ള ഈ ഒരു എപ്പിസോഡിൽ കവർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം ഗൈസ്. എല്ലാവർക്കും ബൈ.